അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനത്തിൻ്റെ ഭക്ഷണം, ഹബീബിൻ്റെ പേരിൽ മൗലൂദ് ഓതി എല്ലാ പള്ളികൾ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യും. ചില ആൾ അത് നിന്ദിക്കാറുണ്ട്, അവഗണിക്കാറുണ്ട്. ശിർക്കിൻ്റെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാറുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പുതിയൊരു മരുമകളാണ് വന്നിട്ടുള്ളത്. മരുമകൾക്ക് ഇപ്പോൾ ആ നബിദിനത്തിൻ്റെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അതിനോട് വല്ലാത്തൊരു പുച്ഛമാണ്. കാരണം അത് ശിർക്കിൻ്റെ ഭക്ഷണമാണ്, അങ്ങനൊന്നും നബിയുടെ കാലത്തൊന്നും ഇല്ലാത്തതാണ്. അവഗണിച്ചു കൊണ്ടിരുന്ന മരുമകൾ ഇപ്പോൾ കേരളത്തിൽ ഓണം നടന്നുകൊണ്ടിരിക്കണം. ഓണം നബിദിനം ഒന്നിച്ചിട്ടാണ്. അപ്പോൾ ഇതേ മരുമകൾ ഓണഭക്ഷണം സദ്യ കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയി. നബിദിന മൗലിദ് പാരായണം ചെയ്ത ഭക്ഷണം വിമർശിക്കുന്നവർക്ക് ഓണഭക്ഷണം ഒരു പ്രശ്നമല്ല, അത് ധാരാളം കഴിക്കും. അതെന്തിനാ അങ്ങനെ കഴിക്കുന്നത്, ശരിയാണോ എന്ന് ചോദിച്ചാൽ പറയും, അത് സ്നേഹത്തിൽ ക്ഷണിച്ചതല്ലേ, ക്ഷണം സ്വീകരിക്കണമല്ലോ, ഹദീസുണ്ടല്ലോ എന്ന്. അങ്ങനെ മരുമകൾ ഭക്ഷണം കഴിക്കാൻ പോയി. കാരണം ഈ ഹബീബിൻ്റെ പേരിൽ മൗലൂദ് പാരായണം എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതിങ്ങനെ പ്രചരിപ്പിച്ച് മനുഷ്യന് പല ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഉസ്താദന്മാർ എത്ര പറഞ്ഞൊരു കാര്യമില്ല, ഏതെങ്കിലും പുതിയ ആശയക്കാർ വന്നിട്ട് ഒരു മണിക്കൂർ പ്രസംഗിച്ചാൽ മതി, പെട്ടെന്ന് അവർ മാറുന്നു, അതെന്തുകൊണ്ടാണ്? അതങ്ങനെ തന്നെയാണ്. ആരോഗ്യം പെട്ടെന്ന് ഉണ്ടാവില്ല, അത് ഇങ്ങനെ പടിപടിയായിട്ട് ഉണ്ടാവുള്ളൂ. വിഷം അങ്ങനല്ല, അത് ഒറ്റ സമയത്ത് തന്നെ കയറും, പെട്ടെന്നാണ് ആളില്ലാണ്ടാവുക. അത് സ്വാഭാവികമാണ്. ആരോഗ്യം പകരൂലല്ലോ, രോഗമാണല്ലോ പെട്ടെന്ന് പകരുന്നത്. അങ്ങനെ മരുമകൾ തൻ്റെ ഭർത്താവുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളുമായതുകൊണ്ട് ഓണസദ്യം കഴിക്കാൻ വേണ്ടിയാണ് പോയത്. കഴിക്കാൻ പോയി അവിടെ ഓണസദ്യം കഴിക്കാൻ വേണ്ടി ഇനി ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ആ മൗലൂദിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ മൗലൂദിന് എന്താ ഉള്ളത്. ആദ്യം ഫാത്തിഹ ഓതും. ഫാത്തിഹ എന്താണ്? മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫാത്തിഹത്തുൽ കിതാബ് ഷിഫാഉം മിൻ കുല്ലി സുമിൻ, എല്ലാ വിഷമങ്ങൾക്ക് പരിഹാരമാണ് ഫാത്തിഹ, അല്ലേ? ഹിയ ഉമ്മുൽ ഖുർആനാണ്, ഖുർആൻ്റെ ഉമ്മയാണ് ഫാത്തിഹ. ഹിയ ഷിഫാഉൻ, അത് ഷിഫാൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്ക് എല്ലാത്തിനും ഷിഫയാണ് ഫാത്തിഹ. ഫാത്തിഹ ഓതിയിട്ടുള്ള ഭക്ഷണമാണ്. അതിൻ്റെ ശേഷം പിന്നെന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് മുത്തായ റസൂൽ പറഞ്ഞെന്താണ്? മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഫകഅന്നമാ ഖറഅ സുലുസുൽ ഖുർആൻ, അത് ഖുർആൻ്റെ 1/3 ഓതിയ കൂലി. അപ്പോൾ 3 ഓതിയാൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയ കൂലിയും കിട്ടും. പിന്നെ എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് അവിടെ മൗലൂദ് പാരായണം ചെയ്യാൻ വരുന്ന ഉസ്താദന്മാർക്ക് കൈമടക്ക്. എന്ത് സഹിച്ചാൽ അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി തന്നെയാണ് ഈ മൗലൂദ് പാരായണമൊക്കെ എല്ലാ വീട്ടിൽ നടത്തപ്പെടുന്നതും. ഉസ്താദന്മാരുടെ പള്ളം ശരിയാവണം, അതുപോലെ കീശയും ശരിയാകാൻ വേണ്ടിയാണ് ഈ മൗലൂദൊക്കെ നടക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. ഹബീബിൻ്റെ പേരിൽ മദ്ഹ് പാടുന്നതിനാണ് ഈ മൗലിദ് എന്ന് പറയുന്നത്. മൗലൂദ് എന്നും മൗലിദ് എന്നും പറയുന്നു. മൗലിദ് ഓതുന്നത് ഹബീബിൻ്റെ പേരിൽ മദ്ഹാണ്. ഹബീബിൻ്റെ പേരിൽ മദ്ഹ് പാടിയ കഅബ് ഇബ്നു സുഹൈർ, അല്ലേ, റളിയല്ലാഹു, അദ്ദേഹം പാടിയപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നാം ഇപ്പോൾ കൊടുത്താൽ 1000 രൂപ, കൂടിയാൽ 2000 രൂപ, അല്ലേ, അതിനേക്കാൾ കൂടുതലൊന്നും കൊടുക്കൂലല്ലോ ഉസ്താദന്മാർക്ക്, അത്രേ കൊടുക്കുന്നുള്ളൂ. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലീദ് ഓതിയതിന് കൊടുത്തത് അത്രയല്ല, 100 ഒട്ടകമാണ്. ഒരു ഒട്ടകത്തിൻ്റെ വില എത്രയാണ്? ലക്ഷക്കണക്കിലല്ലേ, അല്ലേ? ഒരു പുതപ്പും ഒട്ടകം കൊടുത്ത സംഭവമൊക്കെ നാം അറിഞ്ഞവരാണ്. നബി തങ്ങൾ കൊടുത്തതാണ്, ഉള്ള സംഭവമാണ്. എന്തിനാ കൊടുത്തത്? കഅബ് റളിയല്ലാഹു അൻഹു നന്നായി മൗലിദ് ഓതും, അല്ലേ? ബഹുമാനപ്പെട്ട ഹസ്സാൻ, അല്ലേ,
യളൗലി ഹസ്സാൻ മിമ്പറം ഫിൽ മസ്ജിദ്, പള്ളിയിലൊരു മിമ്പറുണ്ട്. ആർക്ക്? ഹസ്സാൻ. എന്തിനായി മിമ്പറുള്ളതറിയോ? ഹബീബിനെ കുറിച്ച് വിമർശകർക്ക് എതിരായി ഹസ്സാൻ എന്നും മദ്ഹ് പാടും അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റൂഹു മാ ഹസ്സാൻ, അതായത് ജിബ്രീലിൻ്റെ റൂഹു ഹസ്സാനോടൊപ്പമാണ് എന്ന് പറഞ്ഞിരുന്നു. ഹദീസൊക്കെ നാം പഠിച്ചവരാണ്, എന്നിട്ട് വിമർശനത്തിൽ ഒരു കുറവുമില്ല. പിന്നെ ഭക്ഷണം നൽകുന്ന കാര്യം പറയണ്ട, നമ്മളെക്കാൾ കൂടുതൽ വിമർശകർ തന്നെ പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ ദോഷത്തിനെ പൊറുക്കൽ നിർബന്ധമാക്കുന്ന കാര്യമാണ് ഭക്ഷണം. ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറത്ത് നിർബന്ധമാക്കും. വൈത്ആമു ത്വആം, ഭക്ഷണം നൽകുന്നവർക്ക് മഗ്ഫിറത്ത് അത് നിർബന്ധമാണെന്ന്. ഭക്ഷണം നൽകുന്നവർക്ക് അള്ളാഹു നിർബന്ധമായി പൊരുത്തു തരുന്നു. ഭക്ഷണം നൽകുക വലിയ പുണ്യമുള്ള കർമ്മമാണ്. ഹബീബിൻ്റെ പേരിൽ ഹദീസൊക്കെ ഓതി ഹബീബിൻ്റെ പേരിൽ തരുന്ന ഭക്ഷണം അത് പിന്നെ പറയേണ്ടതില്ല. എത്ര ഹദീസുകളാണ്, ഒരുപാട് ഹദീസുകൾ മണിക്കൂറുകളോളം നമുക്ക് പറയാൻ പറ്റും ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ. വാത്ഇമു ത്വആമ അല്ലേ, നിങ്ങൾ ഭക്ഷണം നൽകുക, എന്നിട്ട് ഇദ്ഖുൽ ജിനാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഭക്ഷണം നൽകലൊക്കെ പുണ്യമേറിയ കർമ്മമാണ്. അങ്ങനെ മരുമകൾ അതാ ഓണം സദ്യം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഓണം സദ്യം കഴിക്കുന്നിടക്കാണ് അവിടുത്തെ ഒരാൾ നെയ്ച്ചോറ് ഇങ്ങനെ കഴിച്ചു കൊണ്ടുള്ളത്. അങ്ങനെ വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടിയാണ് ഈ നെയ്ച്ചോറ്, അതായത് ഭക്ഷണം കഴിക്കുന്നത്. പതിവിന് വിപരീതമായ ഒരു ഭക്ഷണ രീതി കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങളെത്ര ഭാഗ്യവന്മാരല്ലേ, നിങ്ങൾക്കിത് കഴിച്ചു വന്നിരിക്കാമല്ലേ. അദ്ദേഹം പറഞ്ഞത് സീറിനി എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാ പള്ളികളിലും ഏകദേശം 10 മണി 9 മണിയാകുമ്പോഴേക്കും എല്ലാ വീടാന്തരം ഹബീബിൻ്റെ പേരുള്ള ഭക്ഷണം എത്തിയിരിക്കും. അപ്പോൾ ഉച്ച സമയത്താണ് ഈ പെൺകുട്ടി ഓണം സദ്യം കഴിക്കാൻ വേണ്ടി ഇവിടെ പോകുന്നത്. അപ്പം നിങ്ങളൊക്കെ അത് കഴിച്ചു വന്നിട്ടുണ്ടാകുമല്ലേ എന്ന് പറഞ്ഞു. അയാൾ ആദരവോടുകൂടി കഴിച്ചുകൊണ്ട് പറയാണ് കുടുംബത്തിലുണ്ടായൊരു സംഭവത്തെക്കുറിച്ച്. ആ കുടുംബത്തിൽ അദ്ദേഹത്തിന് രോഗമുണ്ടായപ്പോൾ ഈ സീറിന് ഭക്ഷണം കഴിച്ചപ്പോഴാണ് രോഗം ശമനമുണ്ടായത്. അപ്പം ഞാൻ ഓണം സദ്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നബിദിന ഭക്ഷണത്തിന് നൽകുന്നുണ്ട്. എനിക്കത് കഴിച്ചില്ലെങ്കിൽ ആശ്വാസമുണ്ടാവില്ല. ഞാൻ പള്ളിയിലേക്ക് ചെറിയ ഒരു തുക വന്തിക കൊടുക്കാറുണ്ട്, ആ ഭക്ഷണം കൈപ്പറ്റാറുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഭാഗ്യവന്മാരാണ്, പലതും പറയുന്നു. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് പൊട്ടിയത്. ആ പെൺകുട്ടി ചിന്തിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ഹബീബിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഞാൻ ഈ ഭക്ഷണത്തെ വളരെ ഷിർക്കിൻ്റെയും മറ്റിൻ്റെ ഭക്ഷണമാണ് എന്ന് അവഗണിക്കുന്നുണ്ട്. എന്നാൽ ഒരു വിശ്വാസവുമില്ലാത്തവരാണ് എത്ര ആദരവോടുമാണ് ഇത് കഴിക്കുന്നത്, എത്ര ബഹുമാനത്തോടു കൂടിയാണ് അല്ലേ. ഇപ്പോൾ ഈ സ്നേഹം പ്രകടനം അതൊക്കെ ഇങ്ങനെ ഒരുപാട് ആയത്ത് ഹദീസൊക്കെ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമല്ല. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യം, ഒരാളുടെ സ്നേഹമുണ്ടായാൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. ഒരാളുടെ ഒരു സന്തോഷം എന്തെങ്കിലും ഉണ്ടായാൽ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. സ്നേഹം, സന്തോഷം, ഈ പ്രകടനം എങ്ങനെയും ആകാം. അതെനിക്ക് ഇന്ന പരിധി എന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധ ദീനിൻ അല്ലേ, ദീനിന് എതിരാവാത്ത, ദീൻ അംഗീകരിക്കുന്ന രീതിയിലായാൽ മതി. സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക? മൗലൂദ് ഓതിക്കൊണ്ടോ ഹബീബിൻ്റെ പേരിൽ റാലി എങ്ങനെയാകാം? ഇസ്ലാമിനെതിരാവാതിരിക്കുക അത്രയേ ഉള്ളൂ. അതിനുള്ള ഷർത്ത് എന്നുള്ളത് അത്രയേ ഉള്ളൂ. ഇസ്ലാം അംഗീകരിക്കുന്ന രീതിയിലാവുക എന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അത്ഭുതമായി. മരുമകൾക്ക് നേരെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മായിമ്മയോട് ചോദിച്ചു, അപ്പോൾ ഇന്ന് ഹബീബിൻ്റെ പേരിലുള്ള ആ ഭക്ഷണം വന്നിട്ടില്ലേന്ന്. അപ്പോൾ ഉമ്മ മനസ്സിലായി, കാരണം അത് വലിച്ചെറിയാൻ വേണ്ടിയാണ് മോള് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു നിസ്സാരമായി. പക്ഷേ അവളത് കഴിക്കാൻ തുടങ്ങി. മരുമകൾ, അമ്മായിമ്മ അത്ഭുതത്തോടു കൂടി നോക്കി, സന്തോഷത്തോടു കൂടി, അൽഹംദുലില്ലാ, എന്ത് മാറ്റമാണ് എൻ്റെ മരുമകളിൽ ഉണ്ടായത്. ഇതുവരേക്കും ഹബീബിൻ്റെ ഭക്ഷണം അവഗണിച്ചുകൊണ്ട മോള് ഇന്ന് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനെ സ്നേഹിക്കുന്നവർ ഭക്ഷണത്തെ വലിച്ചെറിയുക ശിർക്കിൻ്റെ ഭക്ഷണമാണെന്ന് പറയാം. എന്നാൽ ഓനും സദ്യയിൽ പോയി ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങളുണ്ടല്ലോ, അവർക്കൊരു തമാശാക്കാൻ പാടില്ല. കാരണം അവരിങ്ങനെ ചിന്തിച്ചവർക്ക് കാര്യം സത്യം മനസ്സിലാകുമ്പോൾ അവരിങ്ങനെയുള്ള ആ തിരിച്ചു വരവുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഭക്ഷണം കഴിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ കൊണ്ടോ ഉസ്താദന്മാർക്ക് ഒരു നഷ്ടവും ഇല്ല. ഇപ്പം നിവേദനത്തിൻ്റെ നൽകുന്ന ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരും, നിങ്ങളത് വലിച്ചെറിഞ്ഞെന്ന് വിചാരിക്കുക. എന്നാൽ ഉസ്താദന്മാർക്ക് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ? ഇനി നിങ്ങളത് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടും, നിങ്ങൾക്കത് ശിഫ കിട്ടുമെന്നല്ലാതെ ഉസ്താദന്മാർക്ക് അതിലൊരു ശിഫം കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ഹബീബിൻ്റെ പേരിൽ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രീതികൾ ചെയ്യുമ്പോൾ ഒരു സങ്കടം അതുണ്ടാകണമല്ലോ. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹദീസിൽ പഠിപ്പിച്ചതാണ്. മൻ റഅ മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി വഇൻ ലം യസ്തതി ഫബിഖൽബിഹി. കൽബ് കൊണ്ട് വേദന ഉണ്ടാകണം, അത് മുഅ്മിൻ ഉണ്ടാകും. ഹബീബിനോട് സ്നേഹമുള്ളവർക്ക് എപ്പോഴും ആ ഒരു വേദന ഉണ്ടാകും. ആ വേദന കൊണ്ട് അവർ പലതും ജനങ്ങളെ ബോധവൽക്കരണത്തിൻ്റെ പേരിൽ പല രീതിയിൽ അവർ പറയും എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഉമ്മ തൻ്റെ അനുഭവം ഒരു യൂട്യൂബറിനോട് ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു വാർത്ത, അൽഹംദുലില്ലാഹ് ഞാൻ കേട്ടു, സന്തോഷമായി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി അതിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.